നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ 34ാം വാർഷികം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും യാത്രയയപ്പ് സമ്മേളനം മന്ത്രി കെ രാജനും ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് പൂരം ഫെബ്രുവരി 25-ന് പ്രാദേശിക അവധി. വെടിക്കെട്ട് പൊതുപ്രദർശനത്തിനും അനുമതി. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒല്ലൂർ KSCB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നടത്തറ പഞ്ചായത്തിലെ അങ്കണവാടി കുട്ടികൾക്ക് ചിരികുലുക്കം 2025 എന്ന കലാമേള സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ 34ാം സംസ്ഥാന സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. യാത്രയയപ്പ് സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളാനിക്കര സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, TR രമേഷ് കുമാർ, ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി PD റജി, ഡോക്ടർ ശ്രീദയ S, ഡോക്ടർ VM ഹാരിസ്, CV പൗലോസ്, K അനിൽകുമാർ, VJ മെർലി, CV സ്വപ്ന എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി VO ജോയ് മറുപടി പ്രസംഗം നടത്തി. GC മോഹൻ ചന്ദ്രൻ സ്വാഗതവും രഞ്ജിത്ത് M രാമചന്ദ്രൻ നന്ദിയും അറിയിച്ചു. എല്ലാവരുടെയും പേരുകൾ എണ്ണി പറഞ്ഞ് അതിമനോഹരമായി സമയമെടുത്ത് അവർക്കെല്ലാം സ്വാഗതം പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ചോദ്യം ഇതാണ്, പിന്നാലെ വരുന്ന ബാക്കി എല്ലാവരും ആ പേരുകളെല്ലാം ആവർത്തിക്കുന്നതിന് ആവശ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ വേണം, ഇല്ലെങ്കിൽ ഇല്ല. വേണോ? നമുക്ക് ആ ശീലം മാറ്റണം. അതിൽ വളരെ അനാവശ്യമായ ദുരുപയോഗമാണ് സമയത്തിൻ്റെ. വളരെ തെറ്റായ ഒരു ശൈലിയാണെന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം. അതുകൊണ്ട് എനിക്ക് തോന്നിയത് നമ്മുടെ എല്ലാ സംഘടനകളും നമുക്ക് പതുക്കെ അത് മാറ്റിവെക്കും. സ്വാഗതം പറയുമ്പോൾ ഇവിടെ ചേർന്ന് മതി, രാജ്യത്ത് പറഞ്ഞു എല്ലാവരെയും നല്ലവണ്ണം സ്വാഗതം ചെയ്യണം. ഇവിടെ സഹാബ് മോദിയൊന്നും ചെയ്ത പോലെ സമയമെടുത്ത് എല്ലാവരെയും യഥോചിതം പരിചയപ്പെടുത്തി സ്വാഗതം ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എല്ലാവരും എല്ലാ പേരും ആവർത്തിക്കുന്ന ആ അനാവശ്യമായ ആർപ്പാണ് ഒഴിവാക്കാൻ നമുക്ക് തീരുമാനിക്കാവുള്ളൂ. ഞാനത് ചുരുക്കുന്നുണ്ട്. സത്യത്തിൽ യാത്രയയപ്പ് സമ്മേളനത്തിന് ഉദ്ഘാടനം നടത്തുന്നതിന് മുമ്പേ ഇവിടെ ഇന്ന് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വത്തിൻ്റെ സാന്നിധ്യത്തിൽ വളരെ അഭിമാനത്തോടെ പറയട്ടെ, കഴിഞ്ഞ 8.5 വർഷക്കാലമായി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ തന്നെ ഇടപെടലുകളിൽ 2 വിധത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുമായി മുന്നോട്ട് പോവുക. അതിലൊന്ന് യൂണിവേഴ്സിറ്റിയുടെ ആഭ്യന്തരമായ പ്രശ്നമാണ്. 2 യൂണിവേഴ്സിറ്റിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബങ്ങളിൽ അംഗങ്ങളായിട്ടുള്ള സംഘടനകൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വർധനവും മാറ്റവുമാണ്. ഒരു ചെറിയ കാര്യമല്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. ഒരുപക്ഷെ 9 വർഷക്കാലം മുമ്പ് ഈ യൂണിവേഴ്സിറ്റിയിൽ കൃഷി വകുപ്പ് മന്ത്രിമാരായി നേരത്തെ VS സുനിൽകുമാറും ഇപ്പോൾ പ്രിയങ്കരനായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദും ഔപചാരികമായി അതിൻ്റെ പ്രോ ചാൻസലർമാരാകുന്നതിന് മുമ്പുള്ളൊരു കാലം വേണമെങ്കിൽ നമ്മുടെ ഓർമ്മകളിൽ ഇപ്പോൾ ഉണ്ടാകും. ഓർമ്മകൾ ഉണ്ടാകാത്തതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അന്ന് നാം ഉറക്കെ പറഞ്ഞിരുന്ന എത്രയോ നിലവിളികളുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകരുണ്ടാകുന്നില്ല, യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് 4 ജീവനക്കാരെ എടുക്കാൻ കഴിയുന്നില്ല, യൂണിവേഴ്സിറ്റിക്കകത്ത് നമ്മുടെ ഫാം ഓഫീസർമാരുടെ നിയമനം സാധ്യമാകുന്നില്ല, കാഷ്വൽ തൊഴിലാളികളെ വയ്ക്കാൻ പറ്റുന്നില്ല,
സത്യത്തിൽ ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് എല്ലാ വിധത്തിലും നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള എല്ലാ മേഖലകളിലും എല്ലാ സമയത്തും പ്രവർത്തിക്കുന്നതാണ് കോൺഗ്രസിന് മന്ത്രിയുടെ ഭാഗത്ത് പാർട്ടി സെക്രട്ടറി ഈ ഒരു ആദരവിന്. ഉത്രാളിക്കാവ് പൂരം ഫെബ്രുവരി 25-ന് പ്രാദേശിക അവധിയാണ്. വടക്കാഞ്ചേരി നഗരസഭ പരിധിയിൽ ഉൾപ്പെടുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും തലപ്പള്ളി താലൂക്കിൽ ഉൾപ്പെട്ട എങ്കക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിനും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും ഫെബ്രുവരി 25-ലെ പ്രാദേശിക അവധി ബാധകമല്ല. മച്ചാട് മാമാങ്കം വേലാഘോഷം വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് അനുമതിയായി. ഫെബ്രുവരി 16-18 തീയതികളിൽ തലപ്പള്ളി താലൂക്കിലെ മണലിത്ര വില്ലേജിലെ സ്ഥലത്ത് വെടിക്കെട്ട് പൊതുപ്രദർശനം നടത്താൻ ഹൈക്കോടതിയുടെ പരാമർശമുള്ള അടിസ്ഥാനത്തിൽ അനുമതി നൽകിക്കൊണ്ട് ADM ഉത്തരവിറക്കി. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനുമതിയില്ലാത്ത വെടിക്കെട്ട് സാമഗ്രികൾ ഉപയോഗിച്ചാൽ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. കോടതി വിധിയിൽ നിർദ്ദേശിച്ച പ്രകാരം പോർട്ടബിൾ മാഗസിൻ സജ്ജീകരിക്കണം. 45 മീറ്റർ അകലത്തിൽ ബാരിക്കേഡ് കെട്ടണം. സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ മാത്രം പ്രദർശന പ്രവർത്തികൾക്ക് നിയോഗിക്കണം. യൂണിഫോം നിർബന്ധമാക്കണം. പേരുവിവരങ്ങൾ പോലീസ് റവന്യൂ അധികാരികൾക്ക് നൽകണം. ഗുണ്ട്, അമിട്ട്, കുഴിമിന്നൽ ഉപയോഗിക്കരുത്. സുരക്ഷാ ക്രമീകരണവുമായി ഹൈക്കോടതി, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പുകളുടെ നിർദ്ദേശങ്ങൾ നടത്തിപ്പുകാരും ആഘോഷ കമ്മിറ്റിക്കാരും പാലിക്കണം. 100 മീറ്റർ അകലത്തിൽ ബാരിക്കേഡ് നിർമ്മിച്ച് കാണികളെ മാറ്റി നിർത്തണം. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ആവശ്യപ്പെടുന്ന രീതിയിൽ വാഹനങ്ങൾ ഏർപ്പെടുത്തണം. ആംബുലൻസ് സൗകര്യം ഉണ്ടായിരിക്കണം. വെടിക്കെട്ട് പ്രദർശനം വീഡിയോഗ്രഫി ചെയ്ത് സൂക്ഷിക്കണം. വെടിക്കെട്ട് മാഗസിൻ ആവശ്യമായ സുരക്ഷ ഏർപ്പെടുത്തണം. വെടിക്കെട്ടിനു ശേഷം പൊട്ടിത്തീരാത്ത പടക്കങ്ങൾ അവശേഷിക്കുന്നില്ലെന്നും ഉറപ്പാക്കേണ്ടതാണ്. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിസിറ്റി ചാർജ് കുത്തനെ ഉയർത്തിയും ഭൂനികുതി വൻ വർധനവ് നടത്തി ജനങ്ങളെ കൊള്ളയടിക്കുന്ന പിണറായി വിജയനെതിരെ അന്തിമ സമരത്തിന് ജനാധിപത്യ വിശ്വാസികൾ യോജിച്ച് മുന്നേറുമെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു. റവന്യൂ മന്ത്രിയുടെ അനാസ്ഥ മൂലം പ്രളയക്കെടുതിയിലായ ഒല്ലൂരിലെ ജനങ്ങൾക്ക് പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായം നൽകാത്തതിനെതിരെ റവന്യൂ മന്ത്രിയെ വഴിയിൽ തടയുന്നതുൾപ്പെടെ സമരങ്ങൾക്ക് നേതൃത്വം നൽകും. ഇലക്ട്രിസിറ്റി കൊള്ളയ്ക്കെതിരെയും റവന്യൂ വകുപ്പിലെ അഴിമതിക്കെതിരെയും ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഇലക്ട്രിസിറ്റി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോസ് വള്ളൂർ. ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ് അധ്യക്ഷനായി. KB ശശികുമാർ, ജേജു സെബാസ്റ്റ്യൻ, ഡേവിസ് ചക്കാലക്കൽ, ഫ്രാങ്കോ തൃക്കുകാരൻ എന്നിവരും സംസാരിച്ചു. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ അങ്കണവാടി കുട്ടികൾക്കായി ചിരികിലുക്കം 2025 എന്ന പേരിൽ കലാമേള സംഘടിപ്പിച്ചു. നടത്തറ പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ജനകീയാസൂത്രണം പദ്ധതിയുടെ ഭാഗമായി മൂർക്കനിക്കര സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്ത് അധ്യക്ഷത വഹിച്ച് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EN സീതാലക്ഷ്മി, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TK അമൽറാം, ഐശ്വര്യ ലിൻഡോ, പഞ്ചായത്ത് അംഗങ്ങളായ MS അശോക് കുമാർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജീജ ജയൻ, ICDS സൂപ്പർവൈസർ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 30 അങ്കണവാടികളിൽ നിന്നുള്ള 298 കുരുന്നുകൾ കലാമേളയിൽ പങ്കെടുത്ത് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പദ്ധതിക്ക് കീഴിൽ 1975 മഹാത്മാഗാന്ധിയുടെ 106ാം ജന്മദിനത്തിലാണ് കുട്ടികളുടെ പോഷകാഹാരത്തെയും ദാരിദ്ര്യവും അകറ്റാനുള്ള ലക്ഷ്യം വെച്ച് അംഗനവാടി എന്ന സംവിധാനം പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ നിന്നോട്ട് ധാരാളം പൈസ ഈ രംഗത്ത് സർക്കാർ ചെലവഴിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് തന്നെ 83 ലക്ഷം 85 ലക്ഷം രൂപയാണ് ഓരോ വാർഷിക പദ്ധതിയിലും ICDS രംഗത്ത് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനകീയാസൂത്രണ പദ്ധതി ഉൾപ്പെടുത്തി നമ്മൾ ചെലവഴിച്ചു പോകുന്നത്. ഒരു കുട്ടിയുടെ ഗർഭാവസ്ഥ
ഇടുക്കി തൊടുപുഴയിലെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നിയമനമുണ്ട്. 1455 രൂപ ദിവസവേതനം ലഭിക്കും. 2024 ജനുവരി 1 41 വയസ്സ് കവിയാത്ത BAMS ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫെബ്രുവരി 20 മുൻപായി 0484312944 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മാടക്കത്ര പാണ്ടിപ്പറമ്പ് ഹൃദയ ചികിത്സാ സഹായം കാർഷിക കോളേജിലെ അധ്യാപക ജീവനക്കാർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ നൽകിയ ചികിത്സാ സഹായം ഫണ്ട് മന്ത്രി കെ രാജൻ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ PS വിനയൻ, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, ചികിത്സാ സഹായ സമിതി വൈസ് കൺവീനർ AM അശോകൻ, കാർഷിക സർവകലാശാല രജിസ്ട്രാർ സക്കീർ ഹുസൈൻ, മോഹനചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഹൃദയ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കാഷ്യൽ തൊഴിലാളിയായി മാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ കുടുംബാംഗത്തിന്റെ മകളാണ്. കാഷ്യൽ തൊഴിലാളിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ കുടുംബത്തിലെ അംഗമാണ്.
അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ അംഗമായിട്ടുള്ള ഒരാളുടെ മകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ കുടുംബാംഗമാണ്. ആ കൊച്ച് ഒരു കാരണവശാലും ഈ ചികിത്സയുടെ ഘട്ടത്തിൽ സാമ്പത്തിക പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കരുത്. എത്ര സംഖ്യയാണെങ്കിലും അത് ആ കുടുംബത്തിന് കൊടുക്കേണ്ടതാണ്. ചികിത്സയ്ക്ക് ഇപ്പോൾ തന്നെ കുറച്ചുകൂടി പണം ആവശ്യമുള്ളൊരു സന്നിഗ്ധമായ ഘട്ടമുള്ളതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും നമുക്ക് എടുക്കാവുന്ന എല്ലാ പേഴ്സണൽ എഫർട്ടും ഇക്കാര്യത്തിൽ എടുക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് ഇത് കാണുന്നവരോടുമുള്ള ഒരു പ്രധാനപ്പെട്ട അഭ്യർത്ഥന, അതിന്റെ അക്കൗണ്ടും ഗൂഗിൾ പേക്കുള്ള സംവിധാനവും എല്ലാം നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് ലഭ്യമാണ്. അതുകൊണ്ട് ഹൃദയ രക്ഷിക്കുക എന്നുള്ളത്, ഹൃദയ ജീവനോടെ ജീവിതത്തിലേക്ക് ഉഷാറായി ഇനി എത്രയോ കാലം നമ്മളോടൊപ്പം ജീവിക്കേണ്ട ഒരാളെ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളത് നമ്മുടെ കടമയും ഉത്തരവാദിത്വമാണ് എന്ന തിരിച്ചറിവോടെ ലഭ്യമാകാൻ കഴിയുന്ന കൊച്ചു സഹായങ്ങൾ മുതൽ വലുതുവരെ എല്ലാം വളരെ സ്നേഹപൂർവ്വം ഉണ്ടാകണം എന്ന് ഈ സമിതിക്ക് വേണ്ടിയും ജനപ്രതിനിധി എന്ന നിലയിൽ സജീവമായി അഭ്യർത്ഥിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ചെയ്ത സേവനത്തിന് പ്രത്യേകം നന്ദി. കുറച്ചുകൂടി പണം യൂണിവേഴ്സിറ്റിയിലെ വിവിധ മേഖലകളിൽ നിന്ന് ലഭ്യമാക്കണമെന്ന അഭ്യർത്ഥന കൂടി നിങ്ങളുടെ. ഓപ്പറേഷൻ കാപ്പ തുടരുന്നു. കാപ്പ നിയമപ്രകാരം 2 ഗുണ്ടകൾ ജയിലിൽ. കണ്ടംകുളം ദേശം എറക്കൽ വീട്ടിൽ സൂരജ്, ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചൊവ്വൂർ മാളിയേക്കൽ വീട്ടിൽ മിജോ ജോസ് എന്നിവരെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. 1 വർഷത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ചന്ദ്രാപ്പിണ്ടി, കയ്പമംഗലം എന്നിവിടങ്ങളിൽ പ്രവേശിച്ച് ഉത്തരവ് ലംഘിച്ചതിനാണ് അറസ്റ്റ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മിജോ ജോസ്. കാപ്പ നിയമപ്രകാരം ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട്. കാപ്പ നിയമലംഘനം നടത്തുന്നതായി അറിവ് ലഭിച്ച് നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരുന്നു. മിജോ ജോസ് ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് കൈവശം വെച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് കാപ്പ ചുമത്തിയത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വധശ്രമ കേസിലും മയക്കുമരുന്ന് കേസിലും ഇവർ പ്രതികളാണ്. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPSന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തുന്നത്. ബി കൃഷ്ണകുമാർ IPS ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷം 31 ഗുണ്ടകളെ കാപ്പ ചുമത്തി. 18 പേർക്കെതിരെ നാടുകടത്തലും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചു. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരികയാണ്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം ഉത്സവ പ്രേമികളുടെ മനം ത്രസിപ്പിക്കുന്ന കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരനിലാവ് 19 വൈകിട്ട് 7 അരങ്ങേറും. വർണ്ണാഭമാകുന്ന നയനചാരുത പകരുന്ന കലാസന്ധികളാണ് കുമരനെല്ലൂർ ദേശം സമർപ്പിക്കുക. പൈതൃക തനിമ വിളിച്ചോതുന്ന ഉത്രാളിക്കാവ് പൂരം 25 ആഘോഷിക്കുന്നത്. പ്രതികൂല സാഹചര്യത്തിലും നാടിന്റെയും പൂര ആസ്വാദകരുടെയും അഭിരുചിക്കനുസരിച്ച് പൂരം കെങ്കേമമാക്കുമെന്ന് പ്രസിഡന്റ് AK സതീഷ് കുമാർ, വർക്കിംഗ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ കൊളഞ്ചേരി, ജനറൽ സെക്രട്ടറി PA വിപിൻ എന്നിവർ അറിയിച്ചു. 19 വൈകിട്ട് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ റണ്ണറപ്പ് ദിശ പ്രകാശിനെ സേവർ ചിറ്റിലപ്പള്ളി MLA ആദരിക്കും. ദിശയുടെ ഗാനമേളയുണ്ട്. 20 വൈകിട്ട് വയലിൻ ഫ്യൂഷൻ, 21 ദശപുഷ്പം, സൗപർണിക കുമരനെല്ലൂർ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, 22 വൈകിട്ട് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ വിജയ് അരവിന്ദ് ദിലീപ് നായർ അവതരിപ്പിക്കുന്ന ഗാനമേള, 24 വൈകിട്ട് 6 ആനച്ചമയ പ്രദർശനം, നാടൻ കലാരൂപങ്ങളുടെ അവതരണം എന്നീ ഹൃദ്യമായ കലാസങ്കല്പങ്ങൾ കുമരനെല്ലൂർ ദേശം അവതരിപ്പിക്കുന്നുണ്ട്. ഒരു നല്ലൊരു വഴി കൂടി ആണ് എന്ന ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മാധ്യമ കൂട്ടായ്മ ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. പൂരനിലാവ് 19-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അന്നേ ദിവസം വടക്കാഞ്ചേരിയുടെ സ്വന്തം കലാകാരി ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ദിശയുടെ പ്രോഗ്രാമോട് കൂടിയിട്ട് ആണ് പരിപാടി ആരംഭിക്കുന്നത്. അവരെ അന്ന് അവിടെ വെച്ചിട്ട് ആദരിക്കുകയാണ്. അവിടെ നിന്നോട്ട് ഇപ്രാവശ്യം ഒരു യുവ നിരകളുടെ ഒരു സാന്നിധ്യത്തോടു കൂടിയിട്ടുള്ള പരിപാടികളാണ് മുഴുവൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗംഗാ ശശിധരൻ വയലിൻ ഫ്യൂഷന്റെ അടുത്ത പരിപാടിയാണ് വ്യാഴാഴ്ച വെച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച നാട്ടുകാരുടെ പ്രദേശവാസികളുടെ പരിപാടിയാണ്. ശനിയാഴ്ച ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ വിന്നറായ അരവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയാണ് നടക്കുന്നത്. അതിനുശേഷം ഞായറാഴ്ച നമ്മുടെ ആൽത്തറമേളവും സാമ്പിൾ വെടിക്കെട്ടും നടക്കും. തിങ്കളാഴ്ച നാടൻ കലകളുടെ, അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രദർശനമാണ്. വെറുതെ ഒരു ബുധനും തറയും ദാരികൻ കാളി എന്നുള്ള
നെടുമ്പാളിൽ ബൈക്ക് മോഷണ പ്രതി അറസ്റ്റിലായി. ദാസൻ എന്നയാളുടെ മോട്ടോർ സൈക്കിൾ നെടുമ്പാൾ തെക്കുമുറി പാടത്തിന്റെ ബണ്ടിൽ പാർക്ക് ചെയ്ത് വച്ചിരുന്നത് മോഷണം ചെയ്ത കേസിലാണ് അനിൽ എന്നയാൾ അറസ്റ്റിലായത്. ഒളിയിൽ പോയ അനിൽ കാട്ടൂർ കീഴ്ത്താണിയിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന രഹസ്യവിവരം തൃശൂർ റൂറൽ പോലീസ് മേധാവിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കീഴ്ത്താണി മനപ്പടിയിലുള്ള വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI ബിജു CD, പോലീസ് ഉദ്യോഗസ്ഥരായ അജി VD, സുജിത്, ജെറിൻ ജോസ്, ഹരിലാൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ ജില്ലയിലെ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളിൽ 46 അപ്രന്റീസ് നഴ്സ്, ഒരു പാരാമെഡിക്കൽ അപ്രന്റീസ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പാരാമെഡിക്കൽ അപ്രന്റീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അംഗീകരിച്ച മെഡിക്കൽ കോഴ്സ് പാസ്സായിരിക്കണം. 21 മുതൽ 35 വരെ വയസ്സാണ് പ്രായപരിധി. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട്. പരിശീലന കാലാവധി 2 വർഷം ഉണ്ടായിരിക്കും. നിശ്ചിത മാതൃകയിൽ അപേക്ഷയും ജാതി, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ, തൃശൂർ എന്ന വിലാസത്തിൽ ഫെബ്രുവരി 25 മുൻപ് അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487 2360 381. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. പേവിഷമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പേവിഷബാധയ്ക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ ജില്ലാ എഡ്യൂക്കേഷൻ ഓഫീസർ CR രാജേഷ് ക്ലാസ് എടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് അംഗം നിമിഷ രതീഷ് എന്നിവർ സംസാരിച്ചു. പേവിഷബാധ ഏൽക്കാനുള്ള സാഹചര്യം കുറയ്ക്കുന്നതെങ്ങനെയെന്നും പ്രതിവിധി എന്തെല്ലാമെന്നും ആവശ്യമായ ചികിത്സാ രീതികളും ചർച്ച ചെയ്തു. വിദ്യാഭ്യാസ ബോധവൽക്കരണ ക്ലാസിന്റെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിലെ ആശാ വർക്കർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, അങ്കണവാടി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഉമ്മയെ ക്രൂരമായി ആക്രമിച്ച കേസിൽ മകനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 13 മദ്യലഹരിയിലായിരുന്ന മതിലകം മുള്ളൻ ബസാർ അസ്ലാമിനോട് തറവാട്ടിലേക്ക് പോകേണ്ടെന്ന് ഉമ്മ പറഞ്ഞതിനെ തുടർന്ന് ഉമ്മയെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരായ രമ്യ കാർത്തികേയൻ, അസ്മാബി, സിവിൽ പോലീസ് ഓഫീസർ ജമാലുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ 34ാം വാർഷികം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും യാത്രയയപ്പ് സമ്മേളനം മന്ത്രി K രാജനും ഉദ്ഘാടനം ചെയ്തു.
ഉത്രാളിക്കാവ് പൂരം ഫെബ്രുവരി 25-ന് പ്രാദേശിക അവധി. വെടിക്കെട്ട് പൊതുപ്രദർശനത്തിനും അനുമതി. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒല്ലൂർ KSCB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നടത്തറ പഞ്ചായത്തിലെ അങ്കണവാടി കുട്ടികൾക്ക് ചിരികുലുക്കം 2025 എന്ന കലാമേള സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.